വെൽക്കം ബാക്ക് ടു ജേണി ടു ലേൺ. ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷേക്സ്പിയർ സ്റ്റഡീസിലെ നമ്മുടെ ബ്ലോക്ക് 1 സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ലിറ്റററി ബാക്ക്ഗ്രൗണ്ട്, അതാണ് ബ്ലോക്ക് 1. അതിൻ്റെ യൂണിറ്റ് 1 എലിസബത്തൻ ഇംഗ്ലണ്ട് ടു വില്യം ഷേക്സ്പിയർ, എലിസബത്തൻ ഇംഗ്ലണ്ട് ആൻഡ് വില്യം ഷേക്സ്പിയർ. യൂണിറ്റ് 1 ടെക്സ്റ്റിൽ കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ലിറ്റററി ഡിവൈസസ് ഇൻ ഷേക്സ്പിയേഴ്സ് വർക്കാണ്. അപ്പോൾ ലിറ്റററി ഡിവൈസസ് എന്ന് പറയുമ്പോൾ അല്യൂഷൻ, ഡ്രമാറ്റിക് ഡിവൈസ്, പിന്നെ ഡ്രമാറ്റിക് ഐറണി, മോണോലോഗ്, സോളിലോക്കി, സിംബോളിസം, ഇത്രയാണ് ലിറ്റററി ഡിവൈസസ് ആയിരുന്നു നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ആൻസേഴ്സ് ഞാൻ സ്ക്രീനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയിരിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ വായിക്കുക. ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ ഞാൻ ചെറുതായിട്ടും ഒരു ഓവർവ്യൂ ആയിട്ട് തരാം. അപ്പോൾ അല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് അല്യൂഷൻസ് ടു എൻറിച്ച് ഇറ്റ്സ് നെറേറ്റീവ്സ്, ഓഫ്റ്റൻ റിഫറിങ് മിത്തോളജി, ദി ബൈബിൾ, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആൻഡ് അതർ ലിറ്റററി വർക്ക്സ്. Allusion helps generate moods, create implicit connections and transport reader to different realities. Then നമ്മുടെ ടെക്സ്റ്റിൽ ഇതിന് നോട്ട്സ് ഉണ്ട്. പേജ് നമ്പർ 23 ഇതിൻ്റെ നോട്ട്സ് ഉണ്ട്. ദെൻ ഡ്രമാറ്റിക് ഡിവൈസ് എന്ന് പറയുമ്പോൾ വൈൽ ഷേക്സ്പിയർ ഡിഡ് നോട്ട് ഇൻവെൻറ്റ് ഡ്രമാറ്റിക് ഡിവൈസ്, ഇത് കണ്ടുപിടിച്ചത് ഷേക്സ്പിയർ അല്ല, പക്ഷേ ഷേക്സ്പിയറിൻ്റെ വർക്കിൽ ഒരുപാട് ഡ്രമാറ്റിക് ഡിവൈസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡ്രമാറ്റിക് ഡിവൈസസ് ആർ എലിമെൻറ്റ്സ് ദാറ്റ് propel the plot forward. In Macbeth, the witch's prophecy sparked Macbeth's ambition, leading to a chain of events driven by dramatic devices. അപ്പോൾ ഡ്രമാറ്റിക് ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാക്ബത്തിൽ ഫസ്റ്റ് ആയിട്ട് എന്താ പറയുന്ന ഒരു മൂന്ന് പ്രൊഫസി പറയുന്നുണ്ട് വിച്ചസ്. ആ ഒരു പ്രൊഫസിക്ക് അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി എല്ലാ ഇവൻറ്റ്സും അതിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഡ്രമാറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. ദെൻ Dramatic irony occurs when the audience knows something that the character do not. This device creates tensions and engagement as viewers anticipate character reactions upon discovering truth. അപ്പോൾ അതാണ് ഡ്രമാറ്റിക് ഐറണി. ദെൻ മോണോലോഗ്. ഷേക്സ്പിയർസ് പ്ലേസ് ആർ റിച്ച് വിത്ത് മോണോലോഗ്സ് ആൻഡ് soliloquies which provides insight into characters' thought and motivation. Monologue is a lengthy speech given in the presence of other character, while soliloquy delivered alone on the stage. മോണോലോഗ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് കേൾക്കാൻ പറ്റും, പക്ഷെ സോളിലോക്കി മെയിൻ ക്യാരക്ടർ ജനങ്ങളോട് അല്ലെങ്കിൽ ഓഡിയൻസിനോടായിട്ട് തൻ്റെ ഉള്ളിലുള്ള ടെൻഷൻസ് റിവീൽ ചെയ്യുന്നതാണ്. ദെൻ അടുത്തത് സിംബോളിസം. Symbolism is a cornerstone of Shakespeare's writing, where he frequently uses objects, characters and imagery to convey deeper meanings. അപ്പോൾ അതിൽ എക്സാമ്പിൾസും ഒക്കെ ഈ പാരഗ്രാഫിൽ ഓരോരോ ഹെഡിങ്സിൻ്റെ താഴെ ഒരു കുഞ്ഞു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ എക്സാമ്പിൾസും ഡെഫിനേഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും, കാരണം ഇൻട്രൊഡക്ഷനും പിന്നെ ഇതിനൊരു ഷോർട്ടായിട്ടുള്ള കൺക്ലൂഷനും ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദി ഷേക്സ്പിയേഴ്സ് തിയേറ്ററിൻ്റെ പ്ലോട്ടും കാര്യങ്ങളും. അതുപോലെ ഫസ്റ്റ് അതിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ ആദ്യം ഷേക്സ്പിയർ തിയേറ്റർ വരുന്നതിന് മുന്നേ ദി ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലേ ഹൗസസ് ഇൻ ലണ്ടൻ ബിഗിനിങ് വിത്ത് ദി കൺസ്ട്രക്ഷൻസ് ഓഫ് ദി തിയേറ്റർ ഇൻ 1576 ഈ തിയേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത്. ആദ്യകാലങ്ങളിൽ ഇത് പെർഫോം ചെയ്തിരുന്നത് എവിടേക്കാണ്? കോർട്സിൽ എന്താ നമ്മുടെ പാലസിൽ, അതുപോലെ കോർട്ട് യാർഡ്സിൽ, അവിടേക്കായിരുന്നു. പിന്നെയാണ് തിയേറ്റർ വരുന്നതും അങ്ങോട്ടേക്ക് മാറുന്നതൊക്കെ. അപ്പോൾ ഈ പ്ലേ ഹൗസിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മളെ പാലസിലൊക്കെ വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ പരിമിതിക്ക് അനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ ഡ്രാമയിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്ലോട്ടിലോ സ്ട്രക്ചറിലൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് പബ്ലിക് പ്ലേ ഹൗസ് ഡിസൈൻ. എങ്ങനെയാണ് പ്ലേ ഹൗസ് അന്നത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, ആ തിയേറ്ററിൻ്റെ ഒരു ഡിസൈനും ഓഡിയൻസിനെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യാനുള്ളതും, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാലറീസ് ഉണ്ട്, ഓപ്പൺ എയർ ആണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് ഫീച്ചേഴ്സ് ആൻഡ് ഇന്നോവേഷൻസ്. എന്തൊക്കെ പുതുതായിട്ട് സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം. അതിൽ ഒരു സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് അറ്റയറിങ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് കോസ്റ്റ്യൂം മാറാനും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള ഒരു
സ്പേസും അതുപോലെ അതിൻ്റെ ദി സ്റ്റേജ് ഇറ്റ് സെൽഫ് ഓഫൻ നീഡ് എ ഡ്രാപ്പ് ഡോർ ആൻഡ് എ canopy which could be used for dramatic effects such as the descent of gods in the place like the tempest. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പുതുതായിട്ട് അതിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പിന്നത്തെ പാരഗ്രാഫിൽ ഓഡിയൻസ് ആൻഡ് accessibility. അപ്പോൾ ഓഡിയൻസും ദി accessibility ഓഫ് ദി തിയേറ്റർ വാലിഡ് ബൈ എക്കണോമിക് സ്റ്റാറ്റസ് വിത്ത് ഗ്രൗണ്ട്ലിക്സ് പേയിങ് എ പെനി ഫോർ സ്റ്റാൻഡിംഗ് റൂം വൈൽ വെൽത്തിയർ പാറ്റേൺ കുഡ് പേ മോർ ഫോർ സീറ്റ്സ് ഇൻ ദി ഗാലറീസ്. അപ്പോൾ എന്താ പറഞ്ഞിട്ട് അവിടുത്തെ ഓഡിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഓഡിയൻസ് ഒരു അന്നത്തെ അവിടുത്തെ കറൻസിയാണെന്ന് തോന്നുന്നു ഈ പെന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ 1 പെന്നി കൊടുത്തിട്ട് ഗ്രൗണ്ട് ലിങ്സ് സ്റ്റേജിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ പോർഷൻ അവർ നമ്മുടെ സാധാരണ കോമൺ പീപ്പിൾസാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് എന്താ ലോ റേറ്റിലുള്ള സ്പേസും അതുപോലെ ഉയർന്ന നമ്മൾ പ്രഭുക്കന്മാർക്കും ലോർഡ് കിങ്സിനും ഒക്കെ വേറെ വേറെ ഗാലറീസ് അത് അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ ആ തിയേറ്ററിൻ്റെ അകത്തും അങ്ങനെയുണ്ട്. ദെൻ ഇമ്പാക്റ്റ് ഓൺ പ്ലേ റൈറ്റിംഗ്, എന്തൊക്കെ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, പിന്നെ ഒരു കുഞ്ഞ് കൺക്ലൂഷനും. എല്ലായിട്ടും നമ്മൾ എസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നേരിട്ടിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാതെ ഒരു ഇൻട്രഡക്ഷനും അതുപോലെ ഒരു കൺക്ലൂഷനും കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കുറച്ചുകൂടെ ലെങ്ത് ആയിട്ട് നമുക്ക് എസ്സേ കൊടുക്കാൻ പറ്റും. നേരിട്ട് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ടൻസ് തീരുന്ന നമുക്ക് പേജ് ഒരുപാട് എഴുതണ്ടേ. ഇപ്പോൾ 15 മാർക്കാണ് നമ്മുടെ എസ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. അപ്പോൾ അതിന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടിപ്പ് എന്ന് പറയാം. Then third question, what are folios and quartos? Explain. അപ്പോൾ folios are the large book made by folding a full of sheet paper once, creating 2 leaves. Then quartos on the other hand are smaller books made by folding a sheet of paper twice, producing 4 leaves. They were cheaper to produce and more accessible to the public. Folios were typically used for important and authoritative texts such as the Bible and academic work. The most notable example related to Shakespeare is the first folio published in 1623, 7 years after his death. അപ്പോൾ ഫോളിയോസിൻ്റെ മസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മുടെ ഫസ്റ്റ് ഫോളിയോ, ഷേക്സ്പിയറിൻ്റെ ഫസ്റ്റ് ഫോളിയോ. ദെൻ സെക്കൻഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഷീറ്റ് ഓഫ് പേപ്പർ ട്വൈസ് പ്രൊഡ്യൂസിങ് 4 leaves. They were cheaper to produce. Fourth question, political and social conditions of Shakespearean England. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഷേക്സ്പിയർസ് ഇംഗ്ലണ്ട് വാസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൊഫൗണ്ട് കൾച്ചറൽ ചേഞ്ചസ് ഡീപ്ലി ഇൻറ്റർവൈൻഡ് വിത്ത് ദി പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് ഓഫ് ദി ടൈം. The late 16th and the early 17th century marked a period of transition and transformation reflected in the works of William Shakespeare. Then political landscape. Elizabeth England under the reign of Queen Elizabeth I experienced relative political stability. Queen Elizabeth policies aimed to unify the nation and navigate the religious tension between Catholics and Protestants. അപ്പോൾ അന്നത്തെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ മേഖലയിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ആണ് ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കാം. ദെൻ സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഹൈറാർക്കി ഓഫ് ഷേക്സ്പിയറിയൻ ഇംഗ്ലണ്ട് വാസ് റിജിഡ്ലി സ്ട്രാറ്റിസ്ഫൈഡ് വിത്ത് ദ മൊണാർക്കി ആൻഡ് നോബിലിറ്റി അറ്റ് ദി ടോപ്പ്, followed by the gentry, merchants and commoners. The emergence of a middle class fueled by urbanizations and economic growth offered new opportunity for social mobility but also widened the gap between the rich and the poor. Then cultural influence. Shakespeare's England coincided with the Renaissance, a cultural movement characterized by humanism and artistic expressions. This period, intellectual flourishing and provided fertile ground for Shakespeare's explorations of human nature and societal themes. His plays reflect the complexities of Renaissance England, featuring characters from diverse social backgrounds and exploring timeless themes of love, power, and ambition. Then religious context. Religious tension loomed large in Shakespeare's England, shaped by the aftermath of the Reformation. Queen Elizabeth I established of the Anglican Church aimed to mitigate religious strife, but persecutions of Catholics persisted. The Gunpowder Plot of 1605 highlighted the deep-seated religious divisions and suspicions of the time. Yet Shakespeare's play often portrayed Catholic characters with empathy and complicity, reflecting the religious diversity of Elizabethan society. ഇപ്പോൾ റിലീജിയസ് കോണ്ടെക്സ്റ്റ്, റിലീജിയസ് നമ്മുടെ മതപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ
മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ന്യൂ ഫോംസ് എന്തൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഈ പാരഗ്രാഫിൽ. ദെൻ ഒരു ഷോർട്ട് കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയാണ് അന്നത്തെ സോഷ്യൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഷേക്സ്പിയറിൻ്റെ ടൈമിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ആ നോട്ട് ക്ലിയർ ആയിട്ട് സ്ക്രീനിലുണ്ടാവും, അപ്പോൾ നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്യാം. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് ദി ഷേക്സ്പീരിയൻ പ്ലോട്ടാണ്. നമുക്കറിയാം അതിൽ 5 ആക്റ്റാണ് വരിക. ഒന്ന് ഇൻസൈറ്റിംഗ് ആക്ഷൻ, സെക്കൻഡ് ടേണിംഗ് പോയിൻറ്റ്, തേർഡ് ക്ലൈമാക്സ്, ഫോർത്ത് ഫാളിംഗ് ആക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും അതിൽ ഇപ്പോൾ ഹാംലെറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാംലെറ്റ് ബിഗിൻസ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് കിങ് ഹാംലെറ്റ് ടെല്ലിംഗ് ഹിസ് സൺ പ്രിൻസ് ഹാംലെറ്റ് ഓഫ് ഹിസ് ബ്രദർ ക്ലോഡിയസ് ഡിസൈഡ്. ദി സ്റ്റോറി സ്റ്റാർട്ട് at this point, Hamlet feels obligated to find out the truth about his father's passing. അപ്പോൾ എന്താ അതിൽ ഫസ്റ്റ് എന്താണ് പ്ലോട്ട് അത് പറയുന്നതാണ് ഫസ്റ്റ്. ദെൻ സെക്കൻഡ് വരുമ്പോൾ ടേണിംഗ് പോയിൻറ്റ്, ദെൻ തേർഡ് ക്ലൈമാക്സ്, ഫോളിംഗ് ആക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ. അപ്പോൾ ഇതിൽ അതിൻ്റെ ഷോർട്ടായിട്ടുള്ള നോട്ട്സാണ് നിങ്ങൾ സ്ക്രീനിലുണ്ടാവും, അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മെയിൻ കോൺഫ്ലിക്റ്റ്. കിങ് ഹാംലെറ്റ് സ്പിരിറ്റ് റിവീൽസ് ക്ലോഡിയസ് ഡിസൈഡ് ടു പ്രിൻസ് ഹാംലെറ്റ്. ദെൻ ഹാംലെറ്റ് ഫീൽസ് കമ്പൽഡ് ടു അൺകവർ ദി ട്രൂത്ത് അബൌട്ട് ഹിസ് ഫാദേഴ്സ് ഡെത്ത്. Exposition established in the settings, characters and backstory of the drama. Then second turning point, Hamlet realizes the extent of Claudius and Gertrude betrayal through Rosencrantz and Guildenstern. Then third വരുന്നത് ക്ലൈമാക്സ്. Hamlet learns of the urgency to take the actions against Claudius, leading to the climax or crisis choice. Fourth in the falling action. Additional turning points can be found in a Shakespearean play's falling action. Tension rises when the effect of action in Act 3 starts to materialize, and this is frequently when new character growth takes place. And resolution. The conflict is resolved in the concluding act either by disaster or moments of glory. അപ്പോൾ ട്രാജഡിയിലാണെങ്കിൽ അത് ഡിസാസ്റ്ററിൽ എൻഡ് ചെയ്യും, ആൻഡ് കോമഡിയിലാണെങ്കിൽ ഒരു ഹാപ്പി യൂണിയൻ അല്ലെങ്കിൽ ഒരു മാരേജിലാണ് സാധാരണയായിട്ടും എൻഡ് ചെയ്യും. അപ്പോൾ ടെമ്പസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ 12th നൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഒരു ഹാപ്പി റിയൂണിയനാണ്. അതുപോലെ നമ്മളെ ഹാംലെറ്റ് നോക്കുകയാണെങ്കിൽ എന്താ ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു ട്രാജഡിയിൽ തന്നെയാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻസ്. നമ്മൾ മൊത്തം 5 ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സൊക്കെ നമുക്ക് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഷേക്സ്പിയർസ് ലോസ്റ്റ് ഇയർ, അത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലായൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഷേക്സ്പിയർ ലോസ്റ്റ് ഇയർ എപ്പോഴാണ്, അത് നമ്മളെ പേജ് നമ്പർ 8 സെക്കൻഡ് പാരയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഷേക്സ്പിയർസ് ലോസ്റ്റ് ഇയർ ആർ ദി 7 years between 1585 and 1592 for which there are no available records. അതാണ് ഷേക്സ്പിയർ ലോസ്റ്റ് ഇയർ വരുന്നത്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് തോന്നുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.